എൻ്റെ പേര് ജസ്മി. ഞാൻ ആലപ്പുഴ ജില്ലയിലെ എടത്വായിൽ നിന്ന് വരുന്നു. ഞാനൊരു നേഴ്സാണ്. ഞാൻ 2 വർഷമായിട്ട് മുംബൈയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് പുറത്തോട്ട് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് വർക്ക് ചെയ്തുകൊണ്ടിരുന്നിടത്ത് തന്നെ പുറത്തോട്ട് എന്തെങ്കിലും സെറ്റായിട്ട് അവിടെ നിന്ന് റിസൈൻ വെച്ച് വരണമെന്നൊക്കെ വിചാരിച്ചിരിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് സൗദി മിനിസ്ട്രിയിലേക്കുള്ളൊരു ഇൻ്റർവ്യൂ റെഡി ആകുന്നത്. അതിന് ഞാൻ ഡേറ്റ് എടുത്ത് ഇൻ്റർവ്യൂവിന് ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കിനും ആദ്യം റിട്ടൺ എക്സാമാണ്. അത് കഴിഞ്ഞ് അതിൽ പാസ്സാവുന്നവരെ മാത്രമേ അവർ ഇൻ്റർവ്യൂവിന് എടുക്കത്തുള്ളൂ. ആദ്യം റിട്ടൺ എക്സാമിന് ഇരുന്നു. റിട്ടൺ എക്സാം കഴിഞ്ഞു. 1 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴേക്കിനും അതിൻ്റെ റിസൾട്ട് അവർ പബ്ലിഷ് ചെയ്തു. അപ്പോൾ റിട്ടൺ എക്സാമിൻ്റെ റിസൾട്ട് അവർ പബ്ലിഷ് ചെയ്തു. അത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കിനും വന്നതിൽ പകുതി പേരും അപ്പം തന്നെ ഫെയിലായി. അവരോട് പൊക്കോളാൻ പറഞ്ഞു. ബാക്കിയുള്ളവരെ അവർ ഇൻ്റർവ്യൂവിന് സെലക്ട് ചെയ്തോളൂ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എനിക്കാണെങ്കിൽ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാനൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. കിട്ടുമോ ഇല്ലയോ, എൻ്റെ മനസ്സിരുന്നാലോ നിനക്ക് കിട്ടിയില്ല എന്ന് പറയുന്നതൊക്കെ ആയിരുന്നു. ഇതൊക്കെയാണെങ്കിൽ ഞാനിവിടെ വന്ന് ആ സമയത്ത് ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ലായിരുന്നു. എൻ്റെ അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ആ ഉടമ്പടി കാശ് രൂപ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ ആ കാശ് രൂപമായിട്ടാണ് ഇൻ്റർവ്യൂവിന് പോയത്. ഞാനപ്പോൾ ഇവിടെ വന്ന് അമ്മയോട് അവിടെ നിന്ന് പ്രാർത്ഥിച്ചു, അമ്മ എനിക്ക് ഇൻ്റർവ്യൂ പാസ്സാകുവാണെങ്കിൽ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് സാക്ഷ്യം പറഞ്ഞോളാമെന്ന്. ഇൻ്റർവ്യൂവിന് വിളിച്ചപ്പോഴാണേലും എൻ്റെ കയ്യിൽ ഉടമ്പടി കാശ് രൂപം ഉണ്ടായിരുന്നു. പ്രത്യക്ഷീകരണ പ്രാർത്ഥനയെ ചൊല്ലിയിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂവിന് കയറിയത്. ഇൻ്റർവ്യൂവിന് കയറി എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ അവർ ചോദിച്ചത് എന്നോടാണെന്ന് തോന്നുന്നു അവിടെ ഇരുന്നതിൽ. പക്ഷേ എനിക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിൽ ഞാൻ എല്ലാത്തിനും ആൻസർ പറയും. ഞാൻ തന്നെ ചിന്തിച്ചു, ഞാൻ ഇത്രയൊക്കെ സംസാരിക്കുമായിരുന്നു, ഇങ്ങനെയൊക്കെ എനിക്ക് പറയാൻ സാധിക്കുമായിരുന്നു എന്ന് ഞാൻ ചിന്തിച്ചു പോയി. ഒറ്റ ക്വസ്റ്റ്യന് പോലും എനിക്ക് അറിയില്ല എന്നെനിക്ക് പറയേണ്ടി വന്നില്ല. എല്ലാത്തിനും ഞാൻ ആൻസർ പറഞ്ഞു. നല്ല രീതിയിൽ തന്നെ ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു പാസ്സായെങ്കിൽ അവർ 1 വീക്കിനുള്ളിൽ നമുക്ക് ഓഫർ ലെറ്റർ വരും എന്ന് പറഞ്ഞ് നമ്മളെ അവിടെ നിന്ന് പറഞ്ഞു വിടുമായിരുന്നു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്ക് അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു, അടുത്ത വെള്ളിയാഴ്ച എനിക്ക് ഓഫർ ലെറ്റർ വരണമെന്ന് പ്രാർത്ഥിച്ചു. ഞാൻ മുംബൈക്ക് എന്നിട്ട് തിരിച്ചു പോയി. അതുപോലെ ഞാനിവിടെ ഒന്ന് പ്രാർത്ഥിച്ച കണക്ക് തന്നെ അടുത്ത വെള്ളിയാഴ്ച ആയപ്പോഴേക്കും എനിക്ക് ഓഫർ ലെറ്റർ കിട്ടി. ബാക്കി അതിൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എൻ്റെ പേരിനകത്താണെങ്കിലും നഴ്സിംഗ് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയപ്പോൾ എല്ലാത്തിനകത്തും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിരുന്നു. അപ്പോൾ ഞാൻ ഓരോന്നോരോന്നായിട്ട് ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സും എല്ലാം രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എല്ലാത്തിലും ഞാൻ പേര് ചേഞ്ച് ചെയ്തു. ലാസ്റ്റ് മാർക്ക് ലിസ്റ്റിലെ പേര് ചേഞ്ച് ചെയ്യാനായിട്ട് പോയപ്പോൾ അവരെന്നോട് പറഞ്ഞു, മാർക്ക് ലിസ്റ്റിലെ പേര് ചേഞ്ച് ചെയ്ത് തരത്തില്ല, ട്രാൻസ്ക്രിപ്റ്റിലെ പേര് ശരിയാണല്ലോ അത് മതിയെന്ന് പറഞ്ഞു. അപ്പോൾ ഏജൻസി എന്നോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാർക്ക് ലിസ്റ്റിലെ പേര് ചേഞ്ച് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് ചെയ്യണം, കാരണം അവരിനി ചോദിച്ചാൽ നമുക്കതൊരു ബുദ്ധിമുട്ടാവുമെന്ന്. യൂണിവേഴ്സിറ്റിയിൽ ഞാനത് കോൺടാക്ട് ചെയ്തപ്പോൾ അവരെന്നോട് പറഞ്ഞത് അവരെന്തായാലും ഇനി മാർക്ക് ലിസ്റ്റിൽ ചേഞ്ച് ചെയ്ത് തരത്തില്ല, നിങ്ങളത് ഫസ്റ്റ് ഇയർ തൊട്ടുള്ള മാർക്ക് ലിസ്റ്റ് എൻ്റെ അങ്ങനെ തന്നെ. അപ്പോൾ അവർ പറഞ്ഞത് നിങ്ങളത് നേരത്തെ ചെയ്യണമെന്നായിരുന്നു, ഇനിയിപ്പം അവർ ചേഞ്ച് ചെയ്ത് തരത്തില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാനിവിടെ വന്ന് നിയോഗം വെച്ചപ്പോൾ ഒരു നിയോഗമായിരുന്നത്, അവർ പ്രോസസ്സിങ്ങിന് എടുക്കുന്ന സമയത്ത് അതൊരു തടസ്സമാകരുത്, ട്രാൻസ്ക്രിപ്റ്റ് മാത്രമേ അവരത് പ്രോസസ്സിങ്ങിന് വേണ്ടി ചോദിക്കാവുള്ളൂ എന്ന്. അതുപോലെ തന്നെ മാർക്ക് ലിസ്റ്റിൻ്റെ കാര്യങ്ങളൊന്നും ഒരു തടസ്സമാകാതെ ട്രാൻസ്ക്രിപ്റ്റ് വെച്ചുകൊണ്ട് തന്നെ അവർ ബാക്കി പ്രോസസ്സിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്തു തന്നു. പിന്നെ ക്യാഷിൻ്റെ കാര്യമൊക്കെ ആണെങ്കിലും നല്ലൊരു എമൗണ്ട് നമുക്കവിടെ പേ ചെയ്യണമായിരുന്നു. അപ്പം ഞാനിങ്ങനെ എന്തെടുക്കും എന്നിങ്ങനെ ആലോചിച്ചിരുന്നു. ആദ്യം ആധാരമൊക്കെ കൊണ്ട് വെച്ചാലോ എന്നിങ്ങനെ വിചാരിച്ചു. പക്ഷേ അതെനിക്കൊരു ആധാരം കൊണ്ട് വെച്ചിട്ട് പോവുക എന്നതൊരു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാനപ്പോൾ അമ്മേൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചപ്പം നമ്മളത് ചോദിച്ചപ്പം തന്നെ എന്നാൽ ഞാൻ തരാമെന്ന് പറഞ്ഞ് എൻ്റെ ഒരു അങ്കിൾ വന്ന് എനിക്ക് പൈസയെല്ലാം തരികയും അതിൻ്റെ കാര്യങ്ങളെല്ലാം ശരിയാവുകയും ചെയ്തു. അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. ആത്മീയ ജീവിതം പണ്ടൊക്കെ പള്ളിയിലൊക്കെ പോകാനായിട്ട് കുർബാനകളിൽ പങ്കെടുക്കാൻ ഭയങ്കര മടിയായിരുന്നു. വീട്ടിൽ നിന്ന് വഴക്ക് പറയുമ്പോൾ മാത്രം പോയിക്കൊണ്ടിരുന്ന ഞാനാണ്. പക്ഷേ ഉടമ്പടിയൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴേക്കിനും ഒരു ദിവസം പോയില്ലെങ്കിൽ അത് എനിക്ക് മനസ്സിനൊരു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ പിന്നെ എന്തെങ്കിലും വയ്യാഴികയാണെങ്കിൽ പോലും ഞാനങ്ങനെ ഒരു ദിവസം പോലും കുർബാന മുടക്കാതെ എല്ലാ ദിവസവും പള്ളിയിൽ പോകാനൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അടുത്തുള്ള രോഗികളെയൊക്കെ പോയി കാണുകയും നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സഹായം അവർക്ക് ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്യും. പ്രേക്ഷിത പ്രവർത്തന കൃപാസന പത്രം കൊടുക്കാനൊക്കെ ഭയങ്കര മടിയായിരുന്നു. ആദ്യം ആൾക്കാരെന്തെങ്കിലും പറയുമോ
ആരെങ്കിലും കാണില്ലേ എന്നൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. മാതാവിനോട് പ്രാർത്ഥിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി അതൊക്കെ മുഴുവൻ കൊടുത്തു തീർക്കാനും അറിയാത്ത ആൾക്കാരോട് മാതാവിനെക്കുറിച്ച് പറയാനും ഒക്കെ എനിക്ക് സാധിക്കുന്നുണ്ട്. ദൈവമായ കർത്താവിൻ്റെ ശക്തമായ പ്രവൃത്തികളുടെ സാന്നിധ്യമായി ഞാൻ വരും. 71 സങ്കീർത്തനത്തിൽ തിരുവചനങ്ങൾ അരുളി ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇന്ന് ഉടമ്പടിയെടുത്ത യുവതീ യുവാക്കൾ ദൈവത്തിൻ്റെ ശക്തമായ പ്രവൃത്തികളുടെ സാന്നിധ്യമായിട്ട് തങ്ങളുടെ ജീവിതം തന്നെ ഈ അൾത്താരയിൽ തങ്ങൾ തന്നെ വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി സാക്ഷ്യം പറയുന്നത് എന്നുള്ളതാണ്. ഈ മകളുടെ സാക്ഷ്യമൊക്കെ പുറത്തേക്ക് പോകുന്ന, അതായത് തങ്ങൾക്കൊരു ജീവിതമാർഗം തേടി ഇന്ന് പുറത്തേക്ക് പോകുന്ന ഓരോ വ്യക്തികളുടെ റിക്രൂട്ടിംഗ് സെൻ്ററൊന്നുമല്ല കൃപാസനം. എന്നാൽ എന്തുകൊണ്ടാണ് ഇവിടെ ഇത്രയേറെ യുവതി യുവാക്കൾ കടന്നു വരിക? അതാണ് നാം ചിന്തിക്കേണ്ടത്. ഇന്ന് ധ്യാന സെൻറ്ററുകളൊന്നും കുറവായിട്ടല്ല, പക്ഷേ കൃപാസനത്തിലേക്ക്, അമ്മയുടെ അടുത്തേക്ക് എന്തുകൊണ്ട് ഇത്രമാത്രം ഒഴുക്കുണ്ടാകുന്നു? ഇവിടെയാണ് ദൈവത്തിൻ്റെ ശക്തമായ പ്രവൃത്തികൾ ഓരോ വ്യക്തികൾക്ക്, കുടുംബങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത്. തൻ്റെ മമ്മി ഉടമ്പടി എടുത്തയാളല്ലേ, തൻ്റെ മമ്മി ഉടമ്പടി എടുത്ത വ്യക്തിയായിരുന്നു. അമ്മ പറഞ്ഞു, പക്ഷേ മകൾക്ക് ആദ്യമൊന്നും അതിനോട് യോജിപ്പില്ലായിരുന്നു. അമ്മയുടെ ഉടമ്പടി കാശ് രൂപവും കൊണ്ടാണ് ഈ മകള് പിന്നീട് തൻ്റെ ഇൻ്റർവ്യൂവിനൊക്കെ പോകുകയും അങ്ങനെയാണ് പിന്നീട് തനിക്ക് ആ റിട്ടൺ ടെസ്റ്റിൽ പാസ്സാകാൻ സാധിച്ചപ്പോഴാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനായിട്ടുള്ള ഒരു മനസ്സ് തന്നെ വരുന്നത്. ഇത് ഈ ഒറ്റപ്പെട്ട സാക്ഷ്യമൊന്നുമല്ല, ഒത്തിരിയേറെ സാക്ഷ്യങ്ങൾ ഇങ്ങനെയുണ്ട്. ഇങ്ങനെ ഇന്ന് മാതാപിതാക്കളല്ല മക്കൾക്ക് വേണ്ടിയിട്ട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കേണ്ടത്, മക്കൾ തന്നെയാണ്. ആ മക്കൾ തന്നെയാണ് ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തേണ്ടതും. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് യുവതി യുവാക്കൾ അവരുടെ ജീവിതത്തിൽ തങ്ങൾ ജീവിച്ചു കൊണ്ടിരുന്ന ഒരു ജീവിത ശൈലി അതിൽ നിന്നൊക്കെ മാറിയിട്ട് ക്രിസ്തുവിന് വേണ്ടിയിട്ട് ജീവിക്കുന്ന വ്യക്തികളാകുന്നു, ഈശോയെ പറഞ്ഞു കൊടുക്കുന്ന വ്യക്തികളാകുന്നു. തങ്ങൾക്ക് കിട്ടിയ അനുഭവങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ ഏറ്റു പറയാനായിട്ട് ഒരു മടിയുമില്ലാത്ത വ്യക്തികളാകുന്നു. ആത്മീയ ജീവിതം തനിക്ക് വിശുദ്ധ കുർബാനയൊക്കെ നേരത്തെ എങ്ങനെയായിരുന്നു, എന്നാൽ ഇന്നിപ്പോൾ എങ്ങനെയാണ് വിശുദ്ധ കുർബാനയിലെ പങ്കാളിത്തം, ഇതൊക്കെ കൊണ്ട് തന്നെയാണ് കൃപാസനത്തിലെ ഉടമ്പടി. അത് ഒരു പ്രാർത്ഥനയല്ല, അതൊരു ജീവിത ശൈലിയാണ്, ജീവിത രീതിയാണെന്ന് പറയുക. ഇവിടെ നമുക്ക് മാറ്റം വരുമ്പോൾ പിന്നീട് അത് നമ്മുടെ ജീവിതത്തിൽ ചലനങ്ങൾ സൃഷ്ടിക്കും. പിന്നീട് ആ ജീവിതവുമായിട്ടാണ് നാം മുമ്പോട്ട് പോവുക. അങ്ങനെ ഇന്ന് പരിശുദ്ധ അമ്മയുടെ തിരുനടയിൽ ജസ്മി ജയൻ സാക്ഷ്യപ്പെടുത്തുമ്പോൾ നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.